അപ്പച്ചന്മാരും അമ്മച്ചിമാരും പുലർച്ചെ 2 മണിക്കും 3 മണിക്കുമൊക്കെ ഉണർന്ന് പള്ളിയിൽ ഉണർത്തുമണിയടിക്കുന്നതുവരെ മുട്ടിന്മേൽ നിന്ന് കുരിശുവരെയും പ്രാർത്ഥനയും നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അക്കാലത്ത് പ്രാർത്ഥന ഒരു ജീവിത ശൈലിയായിരുന്നു. സത്യത്തിൽ അന്നും സഭയ്ക്ക് ശത്രുക്കളുണ്ടായിരുന്നു. പക്ഷേ അവരെക്കാൾ ശക്തനായ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ സഭാപിതാക്കന്മാർ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചിരുന്നു. ദൈവത്തോട് എപ്പോഴും ചേർന്ന് നിന്ന സഭയെ ദൈവം സംരക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്തതിൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ സമ്പത്തും അധികാരവും വർദ്ധിച്ചപ്പോൾ ദൈവത്തെ കേന്ദ്രസ്ഥാനത്തു നിന്നും മാറ്റി സമുദായ ബലത്തിൽ ആശ്രയിക്കാനും അഹങ്കരിക്കുവാനും തുടങ്ങി. പ്രാർത്ഥന വെറും കടമ തീർക്കലുകൾ മാത്രമായി. ഒരു കാലത്ത് രാത്രികാലങ്ങളിൽ മണ്ണെണ്ണ വിളക്കുമായി പള്ളിമുറിയിൽ നിന്ന് പള്ളിയിൽ പോയി മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിരുന്ന വൈദികർ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ പള്ളിമുറിയും പള്ളിയും തമ്മിലുള്ള അകലം വർദ്ധിച്ചു. പ്രവൃത്തി തന്നെ പ്രാർത്ഥനയാണെന്ന പുതിയ ലിബറൽ ചിന്ത കടന്നു വന്നു. ദൈവത്തെ സൈഡിലേക്ക് മാറ്റിയപ്പോൾ സഭയും സൈഡിലേക്ക് മാറ്റപ്പെട്ടു എന്നതല്ലേ യാഥാർത്ഥ്യം? ദൈവജനത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്ഥാപനങ്ങൾ തുടങ്ങിയിരുന്ന സഭയിൽ പിന്നീട് സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതിൽ മാത്രമായി ശ്രദ്ധ. സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ സമർപ്പിതരിൽ ഭൂരിഭാഗവും അവിടെ തളച്ചിടപ്പെട്ടു. ഭവന സന്ദർശനത്തിനോ മറ്റുള്ളവരെ കേൾക്കാനോ ആശ്വസിപ്പിക്കാനോ എന്തിന് പ്രാർത്ഥിക്കാൻ പോലുമോ സമയമില്ലാതെയായി. സമർപ്പിത ജീവിതത്തിന് ചലഞ്ചിങ് ഇല്ലാതെയായപ്പോൾ ദൈവവിളിയിൽ കുറവ് വന്നു. ദൈവത്തെ ആരാധിക്കാനുള്ള മാർഗമായ ആരാധനാക്രമം ലക്ഷ്യമായി മാറിയപ്പോൾ സഭയുടെ അടിസ്ഥാന പ്രമാണമായ പരസ്നേഹത്തിന് മുറിവേറ്റു. ദൈവാലയങ്ങളിൽ പോലീസ് സംരക്ഷണത്തിൽ ദിവ്യബലി അർപ്പിക്കുന്നത് കണ്ട് വിശ്വാസികൾ തല താഴ്ത്തി, അവിശ്വാസികൾ മൂക്കത്ത് വിരൽ വെച്ചു. ഇതെല്ലാം നമുക്ക് നൽകുന്നത് അപായ സൂചനകളാണ്. ഈ അപായ സൂചനകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അതിൻ്റെ പ്രതിവിധിയുമാണ് 2023 മാർച്ച് 19 ലക്കത്തിലെ സൺഡേ ശാലോമിൽ മാനേജിംഗ് എഡിറ്റർ KJ മാത്യു പങ്കുവെക്കുന്നത്. റെഡ് ലൈറ്റ് കണ്ടിട്ടും അതിനെ അവഗണിച്ച് വാഹനം മുന്നോട്ടെടുത്താൽ വലിയ അപകടമുണ്ടാകും. അതിനാൽ വാഹനം നിയന്ത്രിക്കുന്നവർ, അത് സഭാപിതാക്കന്മാർ മുതൽ കുടുംബനാഥന്മാർ വരെ ആത്മശോധന ചെയ്യേണ്ട കാലമാണിത്. ഈ വരൾച്ചയുടെ നാളുകളിൽ വലിയൊരു ആത്മമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ തീർച്ചയായും മാറ്റങ്ങൾ സംഭവിക്കും. അതിന് വിശ്വാസവീരരായ ഏലിയ പ്രവാചകന്മാർ സഭയിലുണ്ടാകണം. കഴിഞ്ഞ നാളുകളിൽ ലോകത്തിനും ആഗോള സഭയ്ക്കും അമൂല്യമായ സംഭാവനകൾ നൽകിയ സീറോ മലബാർ സഭയെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. സഭയുടെ ഭാവി മുമ്പത്തേതിനേക്കാൾ പ്രത്യാശാഭരിതമായിരിക്കും. പക്ഷേ അതിൻ്റെ താക്കോൽ സഭാധികാരികളുടെയും സഭ അംഗങ്ങളുടെയും കയ്യിൽ തന്നെയാണ് എന്നത് മറക്കാതിരിക്കാം.